ഇവിടെ ശ്രീ വിഷ്ണു, ബി.ജി. വിഷ്ണു, ഇത് ഒരേ സമയം അങ്ങേയറ്റം അപകടകരമാണ്. പ്രധാനമന്ത്രി പദവിയിലിരുന്ന് ഇന്ത്യയുടെ മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം അദ്ദേഹം ഭരിക്കുന്ന നാട്ടിലെ ഒരു ജനവിഭാഗത്തെ ആകെ ഏറ്റവും അധികം അധിക്ഷേപിക്കുക, അത് അങ്ങേയറ്റം അപകടകരമായ ഒരു രീതിയാണ്. അതേസമയം അത് നിലവാരമില്ലാത്തതുമാണ്. ആ നിലയിൽ ഒരു വലിയ ചർച്ച രൂപപ്പെട്ട് കഴിഞ്ഞു. എന്തിനാണ്? തീർച്ചയായും സംഘ് പരിവാർ രാഷ്ട്രീയം എന്ന് പറയുന്നത് തീവ്ര ഹിന്ദുത്വത്തിൻ്റേത് തന്നെയാണ്. അത് അവതരിപ്പിച്ച് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട്. അതിൽ തന്നെയും ഒരു പുതിയ തലത്തിലേക്ക് എന്തിന് നിങ്ങൾ ഇങ്ങനെ മാറുന്നു? അതിന് പ്രധാനമന്ത്രി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടയാളായി മുൻപിൽ നിൽക്കുന്നു. അത് ഒരേ സമയം അപകടകരവും നിലവാരമില്ലാത്തതുമല്ലേ? ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പിന്തുണയും കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹിന്ദുത്വ ആശയങ്ങളും നിലപാടുകളുമുള്ള പാർട്ടിയാണ്. അതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമോ അഭിപ്രായമോ ഇല്ല. അമ്പലത്തിലെത്തുമ്പോൾ ചന്ദനക്കുറിയും പള്ളിയിലെത്തുമ്പോൾ കഴുത്തിൽ കുരിശും മുസ്ലിം പള്ളിയിലെത്തുമ്പോൾ ചട്ടിത്തൊപ്പിയും വെച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന രീതി ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, ഒറ്റ നയമേ ഉള്ളൂ. അത് ദേശീയ അധ്യക്ഷനും പ്രധാനമന്ത്രിക്കും കൃത്യവും വ്യക്തവുമാണ്. അതുതന്നെയാണ് നരേന്ദ്രമോദി വ്യക്തമായി പറഞ്ഞത്. ഈ രാജ്യത്ത് മതാടിസ്ഥാനത്തിലുള്ള സംവരണത്തിന് ഞങ്ങൾ എതിരാണ്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഞങ്ങളുടെ നിലപാട് തന്നെയാണ്. അതിൽ നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ നിങ്ങൾ അവരോട് പറയൂ, ഞങ്ങൾ മതാടിസ്ഥാനത്തിൽ ഇനിയും സംവരണം നൽകുമെന്ന് കോൺഗ്രസും CPM-ഉം പറയട്ടെ. ഞങ്ങൾ നഖശിഖാന്തം എതിർക്കുന്നു. അത് അതീവ വ്യക്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തോട് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. 2004 കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ അധികാരത്തിലെത്തിയപ്പോൾ മതാടിസ്ഥാനത്തിലുള്ള സംവരണം കൊണ്ടുവന്നു. പലപ്പോഴും പിന്നോക്ക വിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കുമുള്ള അധികാരങ്ങളും അവകാശങ്ങളുമാണ് കോൺഗ്രസ് കവർന്നെടുക്കുന്നത്. മതാടിസ്ഥാനത്തിലല്ല വിഷ്ണു, അത് പിന്നോക്കാവസ്ഥയ്ക്കുള്ള സംവരണമാണ്. പ്രധാനമന്ത്രി മുസ്ലിം സമുദായം നമ്മുടെ രാജ്യത്ത് നേരിടുന്ന അതീവ പിന്നോക്കാവസ്ഥ അതൊരു യാഥാർത്ഥ്യമാണ്. അത് പിന്നോക്കാവസ്ഥയ്ക്കുള്ള സംവരണമാണ്. ഈ രാജ്യത്തിന്റെ അത് നിങ്ങളാണ് അതിനെ മതത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് കാണുന്നതെന്നുള്ള പ്രശ്നം. അതുകൊണ്ട് അത് മാത്രമാണോ മുസ്ലിങ്ങളെ എന്തടിസ്ഥാനത്തിലാണ് നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിക്കുന്നത്? അവരേറ്റവും അധികം കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മതവിഭാഗമാണെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? എന്ത് മര്യാദയാണത്? അത് പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ ചെയ്യാമോ എന്ന പ്രശ്നമില്ലേ? കണക്കെടുക്ക് ഏത് ജില്ലയിലാണ് മതാടിസ്ഥാനത്തിൽ കണക്കെടുക്കുമ്പോൾ ജനങ്ങൾ കൂടുതൽ? ഇവിടെ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരുന്നതിന് ആരാ എതിര്? ശരത്തെ കണക്കെടുത്ത് പറയൂ, ഏത് ജില്ലയിലാണ് നിയമസഭാ മണ്ഡലങ്ങൾ കൂടുതൽ? അപ്പോൾ ജനസംഖ്യാ നിയന്ത്രണത്തിലൂടെ ഒരു പൊട്ടിത്തെറിയിലൂടെ ഒരു വിസ്ഫോടനം നടത്തി ഈ രാജ്യത്തെ അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള അതിനെ ഞങ്ങൾ എതിർക്കുന്നു. നിങ്ങളിത് പറയുന്നറിയാം. പക്ഷേ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നത്, അതിലാണ് ഒരു അപാകതയുള്ളത്. അത്രേ ചെയ്യാൻ കഴിയൂ. കാരണം RSSന്റെ ആ പ്രത്യയശാസ്ത്രം മാറ്റിവെക്കാൻ ആരോടും പറയാൻ കഴിയില്ല. അതിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, സമ്മതിച്ചു. പക്ഷേ മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണെന്നേ. ഒരു വാർഡ് മെമ്പർ പോലും പറയാൻ പാടില്ലാത്ത കാര്യം പ്രധാനമന്ത്രി പറയുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പറയാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? കോടതി പറഞ്ഞു പറയാൻ പാടില്ല. കോടതി പറയുന്ന ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. ഭരണഘടനാപരമായി തെറ്റാണ്, ക്രിമിനൽ കുറ്റം അതിൽ അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ജനങ്ങളോട് പറയാനുള്ളത് ജനങ്ങളോട് കൃത്യമായി പറയുന്നു. മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണെന്നുള്ളതോ? ക്രിസ്ത്യാനികളുടെ കാര്യം പറയും, മുസ്ലിങ്ങളുടെ കാര്യം പറയും, നുഴഞ്ഞുകയറ്റക്കാരാണെന്നുള്ളതോ പറയും, ജൈനരുടെ കാര്യം പറയും. അദ്ദേഹം ഈ രാജ്യത്തെ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ജനങ്ങളോട് പറയാറുണ്ട്. നിങ്ങൾക്കതിൽ ഭയമുണ്ടായിരിക്കും, ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല.